നമസ്കാരം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഒടുക്കം നമ്മുടെ ഹണി റോസ് പ്രതികരിച്ചു. ഹണി റോസ് എന്ന ചലച്ചിത്ര താരം ഇന്നലെയാണെന്ന് തോന്നുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് അതിങ്ങനെയാണ്: നമസ്കാരം. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു. പണത്തിൻ്റെ ധാർഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ? അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ, ഇയാളുടെ പ്രവർത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ദ്യോതകമായ സെക്ഷലി കളേർഡ് റിമാർക്സ് ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ്. അതിനെനിക്ക് പ്രതികരണശേഷി ഇല്ല എന്ന് അർത്ഥമില്ല. ഒരാളുടെ വ്യക്തിസ്വാതന്ത്ര്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തിസ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഇതാണ് ഹണി റോസ് പറഞ്ഞു വച്ചിരിക്കുന്നത്. ഹണി റോസ് എൻ്റെ നാട്ടുകാരിയാണ്. അതുകൊണ്ട് മാത്രമല്ല, അവർ ഒരു സിനിമാ താരമാണ്. ആത്യന്തികമായി അവർ ഒരു സ്ത്രീയാണ്. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. ഇതാണ് ഹണിയുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഒരാൾ അങ്ങനെ പിറകെ നടന്ന് ശല്യം ചെയ്യുമ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന് ഹണി തന്നെ പറയുന്നുണ്ട്. എനിക്ക് ഹണിയോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഹണി അങ്ങനെ ശല്യപ്പെടുത്തുന്നത് ആരാണ് എന്ന് പറയാത്തത്? പേടിച്ചിട്ടാണ്? അതാരാണ് എന്ന് പറയുമ്പോൾ മാത്രമല്ലേ ഹണി ഈ പോസ്റ്റ് ഇട്ടതിന് ഒരു അർത്ഥമുണ്ടാകുകയുള്ളൂ. ഇതാരാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ശ്രീമാൻ ബോച്ചെ അദ്ദേഹത്തിൻ്റെ ഒരു കട ഉദ്ഘാടനത്തിന് ഹണി ചെന്നപ്പോൾ ഹണിയെ കാണുമ്പോൾ മഹാഭാരതത്തിലെ കുന്തി ദേവിയെ അയാൾക്ക് ഓർമ്മ വരുന്നു എന്നും മറ്റും പറയുന്നത് കേട്ടിരുന്നു. അന്ന് ബോച്ചെ, നിങ്ങൾ കാണിക്കുന്നതും പറയുന്നതുമെല്ലാം ശുദ്ധ വഷളത്തരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിരുന്നു. അന്ന് അത് കേട്ടപ്പോൾ ഹണി റോസ് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് എന്നെപ്പോലെ തന്നെ പലർക്കും തോന്നിയിരുന്നു. ഇപ്പോൾ ഹണി റോസ് പറയുന്നത് പോലെ അയാൾ പിറകെ നടന്ന് ശല്യപ്പെടുത്തുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾക്കെതിരെ നിയമപരമായി പോകാത്തത്? ഞാൻ വീണ്ടും ചോദിക്കുന്നു, പേടിച്ചിട്ടാണോ? ഹണി റോസ് പേര് പറഞ്ഞില്ല എങ്കിലും അയാൾ ആരാണ് എന്ന് മലയാളികൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതുപോരല്ലോ. അയാൾ ആരാണ് എന്ന് ഹണി കൂടി പറയുമ്പോഴേ ഈ ആരോപണങ്ങൾക്ക് ശക്തി ഉണ്ടാവുകയുള്ളൂ. മറുനാടൻ മലയാളി ഷാജൻ സ്കറിയ പറയുന്നത് ഇത് ബോച്ചെ തന്നെയാണ് എന്നാണ്. ആണോ? ആണെങ്കിൽ അങ്ങനെ പറയണം. ഒരാൾക്കും അത് ആരാണെങ്കിലും, ബോച്ചയാണെങ്കിലും ദേവേന്ദ്രൻ്റെ അപ്പൻ മുത്തുപ്പട്ടരാണെങ്കിലും ഒരു സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിൽ ഡിറോഗേറ്ററി ആയിട്ടുള്ള കമൻറ്റുകൾ പറയുവാനും അവരെ പൊതുസ്ഥലങ്ങളിൽ വെച്ച് അപമാനിക്കുന്ന രീതിയിലുള്ള വൃത്തികേടുകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും നടത്തുവാനും ആരും ലൈസൻസ് കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ പിറകെ നടന്ന് ശല്യപ്പെടുത്തുന്നത് ബോച്ചയാണോ? അതെല്ലാം ബോച്ചയുടെ തഗ് ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. ഒരു ജിമ്മിൻ്റെ ഉദ്ഘാടനത്തിന് ഇടയിലാണെന്ന് തോന്നുന്നു ഇതേപോലെ കുറേ കമൻറ്റുകൾ ഇദ്ദേഹം ഹണി റോസിനെ കുറിച്ച് അവരുടെ പേര് എടുത്ത് പറയുന്നത് കേട്ടു. അതും നിരുപദ്രവമായിരുന്നു, അതും ബോച്ചയുടെ തഗ് ആണെന്നാണ് ആരാധകരുടെ ഭാഷ്യം. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കൂട്ടാനും കൂടുതലുണ്ടെങ്കിൽ കുറയ്ക്കാനും മാത്രമല്ല ആകാര വടിവത്ത ഹണി റോസിനെ പോലെ ഉള്ളൊരു സുന്ദരിയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം നൽകുക എന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഹണി റോസ് ജിമ്മിൽ പോയിട്ട് പല നമ്പറുകളും കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ വീഡിയോ കണ്ടപ്പോൾ എന്തു തോന്നി? ഈ മനുഷ്യൻ പറയുന്നത് ശുദ്ധ ഊളത്തരം തന്നെ അല്ലേ?
ഊളത്തരത്തിന് ഒരു സംസ്ഥാന അവാർഡുണ്ടെങ്കിൽ തീർച്ചയായും അത് ഈ മനുഷ്യന് തന്നെ കൊടുക്കുന്നതിൽ ആർക്കും ഒരു എതിരഭിപ്രായവും ഉണ്ടാകാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഇടയില്ല. പറഞ്ഞു വന്നത്, ഹണി റോസ് ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോഴും ബോച്ചയാണെന്ന് എനിക്ക് യാതൊരു വിശ്വാസവുമില്ല. പക്ഷേ ഹണി റോസ് ഇതാരാണ് എന്ന് പറയണം. അല്ലെങ്കിൽ ബോച്ചയും അതേപോലെ പണമുള്ള എല്ലാ ആൾക്കാരെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ഒരു നടപടിയായി പോകും ഇത്. കാരണം പണത്തിൻ്റെ ധാർഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഇങ്ങനെ അപമാനിക്കുവാൻ ഒരാൾക്ക് കഴിയുമോ എന്നൊരു ചോദ്യവും ഹണി ചോദിക്കുന്നുണ്ട്. ചോദ്യം ശരിയാണ്, പക്ഷേ ഉത്തരം നമുക്ക് ഇഷ്ടമുള്ളതാകണം എന്ന് നിർബന്ധമില്ല. കാരണം ഇങ്ങനെ തോന്നിയവാസം കാട്ടുന്ന കാശുകാരനെ തൊടാൻ നമ്മുടെ പോലീസ്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളൊക്കെ പേടിക്കും. അവരെ തൊട്ടു നോവിക്കുവാൻ നിയമവ്യവസ്ഥയ്ക്കോ ഭരണകൂടങ്ങൾക്കോ വലിയ താല്പര്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള പണക്കാരെ താങ്ങുവാൻ നിരവധി ആൾക്കാരുണ്ട്. അവർക്ക് ആരാധകരുണ്ട്, ഫാൻസ് അസോസിയേഷനും ക്ലബ്ബുകളും ഒക്കെയുണ്ട്. അവർ പറയുന്ന അശ്ലീലം കേട്ട് പൊട്ടിച്ചിരിക്കുവാനും കൈയടിക്കുവാനും ആർപ്പു വിളിക്കുവാനും അതാണ് തഗ് എന്ന് പറഞ്ഞുകൊണ്ട് പിറകെ നടക്കുന്ന കുറേ വാനരപ്പടയുമുണ്ട്. ഈ വാനരപ്പടയെ കണ്ടിട്ടാണ് അവരുടെ ചിരിയും പ്രോത്സാഹനവും കയ്യടിയും ഒക്കെയാണ് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള പണക്കാരെ വീണ്ടും വീണ്ടും ഈ അശ്ലീലം പറയുവാനും കാണിക്കുവാനും പ്രചോദിപ്പിക്കുന്നത്. കാണിക്കുന്നതും പറയുന്നതും ഊളത്തരമാണ് എന്നും ഇവരുടെ ദ്വയാർത്ഥ പദപ്രയോഗങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മാനസിക രോഗത്തിൻ്റെ ഭാഗമാണ് എന്നും അറിയാത്തത് കൊണ്ടാണ് ഇക്കൂട്ടർ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നതും ശല്യപ്പെടുത്തുന്നതും. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മുറിപ്പത്തലില്ലെങ്കിൽ കാലിലെ ചെരുപ്പ് ഊരി അടിക്കണം ഇക്കൂട്ടരെ. അത് ചെയ്യാത്തത് കൊണ്ടും കൂടിയാണ് ഈ പണക്കാരുടെ ധാർഷ്ട്യവും അഹങ്കാരവും ഇങ്ങനെ നാൾക്ക് നാൾ കൂടുന്നത്. ഇനി സ്വാഭാവികമായി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. നാളെ ഹണി ഇയാളുടെ പേര് പറഞ്ഞാൽ മാധ്യമങ്ങൾ ഈ പറഞ്ഞതൊക്കെ മുക്കും. പ്രത്യേകിച്ചും മുഖ്യധാര മാധ്യമങ്ങൾ. അവർ അറിഞ്ഞ ഭാവം കാണിക്കില്ല. ഈ പണക്കാരൊക്കെ കൊടുക്കുന്ന 1-ാം പേജിലെയും 2-ാം പേജിലെയും പരസ്യങ്ങൾ അവരെ കൊണ്ട് ഈ വാർത്ത കൊടുപ്പിക്കില്ല. പിന്നെ കുറച്ച് ദിവസം സോഷ്യൽ മീഡിയ ഒരു പക്ഷേ ഇതൊക്കെ എടുത്തിട്ടൊന്ന് അലക്കിയേക്കും. പക്ഷേ അതും 2-3 ദിവസത്തിനുള്ളിൽ കെട്ടടങ്ങും. പിന്നെ എല്ലാവരും ഇത് മറക്കും. അയാൾ ആരാണെങ്കിലും ഈ പരിപാടി പിന്നെയും തുടരും. സോഷ്യൽ മീഡിയയും ഹണിയുടെ പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകളുമെല്ലാം ഇത് ബോച്ചയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോഴും ബോച്ചയാണെന്ന് വിശ്വാസമില്ല കേട്ടോ. ഏതോ പൈസയുള്ള പണക്കാരനായ ഒരു ഞരമ്പ് രോഗിയായിരിക്കാം അയാൾ. അതുകൊണ്ട് ഇപ്പോൾ സംശയത്തിൻ്റെ കുന്തമന മുഴുവനും ബോച്ചയുടെ നേർക്കായിരിക്കുന്നത് കൊണ്ട് ബഹുമാനപ്പെട്ട ഹണിയോട് എനിക്ക് ഒരേ ഒരു അപേക്ഷയേ ഉള്ളൂ. അയാളുടെ പേര് പറയുവാൻ ഇനിയും ഒട്ടും അമാന്തിക്കരുത്. അങ്ങനെ ബോച്ചയെ ഈ ഒരു ആരോപണത്തിൽ നിന്നും രക്ഷിക്കണം. ഇല്ലെങ്കിൽ അത് നിങ്ങൾ ബോച്ചയോട് ചെയ്യുന്ന കടുത്ത അനീതിയായിരിക്കും. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 79 അത് ഇൻവോക്ക് ചെയ്യുവാൻ ഈ ഒരു കാരണം മാത്രം മതിയാകും. സ്ത്രീയുടെ മോഡസ്റ്റിയെ അപമാനിക്കുന്ന ആർക്കും 3 വർഷം കഠിന തടവും പിഴയും ഒക്കെ കിട്ടും. അതുകൊണ്ട് ആ പണമുള്ള പ്രാഞ്ചിയേട്ടൻ അത് ആരായിരുന്നാലും പേര് പറയൂ, ഒരു പരാതി കൊടുക്കൂ. എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അതല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതുകൊണ്ട് ആ മഹാൻ, ആ ഊള, ആ വഷളൻ, ആ ഞരമ്പ് രോഗി ഇതൊന്നും നിർത്താൻ പോകുന്നില്ല. അയാൾ ഇനിയും ഇത്തരം പ്രയോഗങ്ങളും ശീലങ്ങളുമായി നിങ്ങളുടെ പിറകെ തന്നെ ഉണ്ടാകും. ചിലരെ കണ്ടിട്ടില്ലേ, സ്ത്രീകളെ കാണുമ്പോൾ തുണി പൊക്കി കാണിക്കുന്നവർ, പൊതുമൂത്രപ്പുരയിലും സാഹിത്യം എഴുതി വയ്ക്കുന്നവർ, സ്ത്രീകളെ കാണുമ്പോൾ ഡബിൾ മീനിങ്ങിൽ മാത്രം സംസാരിക്കുന്നവർ. ഇവരെല്ലാം ഇങ്ങനെയാണ് ലൈംഗിക വിവേചനം അനുഭവിക്കുന്നത്. സംശയം വേണ്ട, ഇയാളെയും ഈ പറഞ്ഞ ഗണത്തിൽപ്പെടുത്താം. കാരണം ഈ പറഞ്ഞതെല്ലാം ഒരുതരം ഞരമ്പ് രോഗം തന്നെയാണ്. ഇതിനുള്ള ഏറ്റവും നല്ല മരുന്ന് ചെവിക്കല്ല് നോക്കിയുള്ള അടിയാണ്. അത് പറ്റുന്നില്ലെങ്കിൽ കേസ് തന്നെ കൊടുക്കുക. നന്ദി, നമസ്കാരം.